ഗുഡ് ഈവനിങ് മേജർ സാർ. ഗുഡ് ഈവനിങ്. എന്ത് പറ്റി? ഒരു ചെറിയ മിസ്സിംഗ്. ശരിയായി. സൂസനയ്ക്ക് വിശേഷം വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ഏതായാലും സൂസന ഭാഗ്യവതിയാ. സാധാരണ ഞങ്ങൾ നഴ്സുമാർ ഓഫീസേഴ്സിനെ ആഗ്രഹിക്കും. അതിനായി പലതും കാഴ്ചവെക്കേണ്ടി വരികയും ചെയ്യും. അവസാനം സാധാ വല്ലവരും കെട്ടി സംതൃപ്തിപ്പെടേണ്ടി വരും. പക്ഷെ സൂസനെ പുളിങ്ങമ്മ നോക്കി തന്നെ പിടിക്കുകയും ചെയ്തു, കെട്ടുകയും ചെയ്തു. എന്നാ ഞാൻ പോട്ടെ, ചോദിച്ചായി പറഞ്ഞേക്ക്. ഹലോ, ഞാനും ആലപ്പുഴക്കാരനാ. ഞങ്ങൾ അമ്പാല ക്യാമ്പിൽ ഒരുമിച്ചുണ്ടായിരുന്നപ്പോ വളരെ അടുപ്പമായിരുന്നു. ദിവസവും വൈകുന്നേരം ഫെർണാണ്ടസുമായിട്ടായിരുന്നു കൂടൽ. ഫെർണാണ്ടസിനെ കണ്ടപ്പോൾ അറിഞ്ഞു സൂസനയുടെ വിവാഹം കഴിഞ്ഞു. എന്നാ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. യു ആർ വെൽക്കം. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. ഇല്ല, ഐ ഡോണ്ട് വാണ്ട് ടു ഡിസ്റ്റർബ് യു. ഞാനിപ്പോൾ ജയ്പൂർ ക്യാമ്പിലാ. ഇന്ന് തന്നെ പോകണം. ഞാൻ ഇറങ്ങട്ടെ. സീ യു അഗൈൻ. സീ യു. ഇയാൾ ആരാന്നാ പറഞ്ഞേ? അപ്പന്റെ വലിയ ഫ്രണ്ടായിരുന്നു. അംബാല ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്തിരുന്ന കാലത്ത് ഇയാൾ ക്യാപ്റ്റനാ. എന്നും വീട്ടിൽ വരുമായിരുന്നു അപ്പനെ കാണാൻ. അപ്പന്റെ ഫ്രണ്ടോ? ട്രക്ക് ഡ്രൈവർക്ക് ക്യാപ്റ്റൻ കൂട്ടുകാരനോ? ഒരു കുപ്പി മദ്യമോ ഇത്തിരി കാശോ സമ്മാനിച്ചാൽ നിന്റെ വീട്ടിൽ പിന്നെ എന്തു ആവാലോ അല്ലേ? ആലപ്പുഴയിൽ താമസിക്കുന്ന കാലം തൊട്ടുള്ള പരിചയമായിരുന്നതുകൊണ്ട് റാങ്കൊന്നും നോക്കിയായിരുന്നില്ല അവരുടെ സ്നേഹബന്ധം. ഓഹോ, അപ്പൊ വളരെ പണ്ടേയുള്ള ബന്ധമാ. ബന്ധം പുതുക്കാൻ വന്നതായിരിക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. സ്നേഹവും ബന്ധവും പറഞ്ഞ് പണ്ട് ജോലി ചെയ്തിട്ടുള്ള ക്യാമ്പുകളിൽ നിന്നും ഇതുപോലെ ഓരോ അവന്മാർ എന്റെ വീട്ടിൽ വന്ന് കയറുന്നത് എനിക്ക് ഇഷ്ടമല്ല. സൂസന്നയ്ക്ക് വിശേഷമുണ്ടോന്നേ എല്ലാവർക്കും ചോദിക്കാനുള്ളൂ. സൂസന്നയ്ക്ക് എങ്ങനെ വിശേഷം ഉണ്ടാവാനാ? എന്റെ ചോദ്യം ഇപ്പൊ അതല്ല. ഇതിനു മുമ്പ് വിശേഷങ്ങൾ ഉണ്ടായിരുന്നോ എന്നാണ്. ഡൽഹി, ആദംപൂർ, അംബാല, ബാംഗ്ലൂർ എന്ന് വേണ്ട ഇന്ത്യയിൽ ഒരുമാതിരിപ്പെട്ട ബാരക്കുകളൊക്കെ ചുറ്റിയടിച്ചിങ്ങോട്ട് കെട്ടിയെടുത്തല്ലേ ദ ഗ്രേറ്റ് ട്രക്ക് ഡ്രൈവർ ഫെർണാണ്ടസിന്റെ മകൾ സൂസന്ന എന്ന സുന്ദരിയായ നഴ്സ്. ഇപ്പൊ അവളുടെ പഴയ കാമുകന്മാരും അന്വേഷിച്ചു വരാൻ തുടങ്ങിയിരിക്കുന്നു. പട്ടാളക്കാരൻ എന്തും പിടിച്ചടക്കുന്നത് വരെ ഒരു ത്രില്ലാണ്. പിടിച്ചടക്കിയതിനു ശേഷം മഹത്വമില്ലെന്ന് മനസ്സിലായാൽ പിന്നെ എല്ലാം തരിശ് ഭൂമി പോലെ തോന്നും. അപ്പോഴും തോൽവി ഭൂമിക്ക്. ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ യുദ്ധക്കളത്തിൽ നിന്ന് ദാഹജലം കണ്ട് ഓടിയെത്തുമ്പോ അത് വെറും മരീചികയായാൽ ആ ഭൂമിയെ ഏത് പട്ടാളക്കാരനും ശപിച്ചു പോവും. ഈ ശാപം പേടിച്ചു തന്നെയാ ഞാൻ ആദ്യമേ എല്ലാം തുറന്നു പറഞ്ഞതും എതിർത്തതും. പക്ഷെ ധൈര്യം കാണിച്ചപ്പോ ഞാൻ വിചാരിച്ചു വലിയ വിശാല ഹൃദയനായിരിക്കുമെന്ന്. ഇപ്പം മനസ്സിലായി. രാജേട്ടാ, എനിക്കൊന്നേ പറയാനുള്ളൂ. സൂസന്നെ ജനിച്ചു വളർന്ന ചുറ്റുപാടുകൾ മോശമായിരിക്കാം. ബട്ട് ഷീ ഈസ് എ പെർഫെക്റ്റ് വുമൺ, എ റെസ്പെക്ടബിൾ വുമൺ. ഈ പെൺവർഗത്തിന്റെ മഹത്വമൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. ഞാൻ കണ്ടിട്ടുള്ളതിന്റെ 100 അംശം പോലും നീ കണ്ടിട്ടില്ലല്ലോ. അവിടെയാണ് അതിന്റെ കുഴപ്പം. രാജേട്ടന്റെ അബദ്ധ സഞ്ചാരത്തിന്റെ പാസ്റ്റ് ഇപ്പോഴും രാജേട്ടനെ വേട്ടയാടുകയാണ്. വിശുദ്ധിയുള്ള സ്ത്രീ പുരുഷ ബന്ധങ്ങളും ഈ ലോകത്തുണ്ട് രാജേട്ട. സോറി, ഐ ഡോണ്ട് ബിലീവ് ഇൻ ഇറ്റ്. ഏതായാലും ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഒരു കണക്കിന് ആലോചിച്ച അവിടെ മാലാ കളിച്ചെന്നെ ട്രാപ്പ് ചെയ്യായിരുന്നു. ഇനി ഇവിടെ നിന്നാൽ ഞാൻ രാജേട്ടനേക്കാൾ ബോർനാകും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നേഴ്സിനെ പറ്റി പറഞ്ഞപ്പോ ഡോക്ടർക്ക് നോവുന്നു. വർഗസ്നേഹം. പൗലോസേ, നീ പോയിക്കോ. ഞാൻ ഇനിയും ലേറ്റ് ആവും. ആ പാവം പെൺകൊച്ചിന്റെ ജീവിതം കൂടി ഇയാളെ നശിപ്പിക്കും. എന്തിനാണ് മൂന്നേ? എന്റെ മുമ്പിൽ ഫ്ലോറൻസ് നൈറ്റിംഗേൽ കളിക്കല്ലേ. ഇനി നാടകമൊന്നും വേണ്ട. സത്യം പറഞ്ഞു, നീ എത്ര പ്രാവശ്യം അബോർഷൻ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നീ ഗർഭിണിയാകാത്തതും. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തെങ്കിലും ക്ഷമിക്കാമായിരുന്നു. ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു കുഞ്ഞിനെ പോലും തരാൻ കഴിവില്ലാത്ത നിന്നെ ഭാര്യയായിട്ട് എനിക്ക് വേണ്ട.